KCBയെ സംബന്ധിച്ചിടത്തോളം വൈദ്യുതി പുറത്തുനിന്നും കൂടിയ വിലയ്ക്ക് വാങ്ങി ഇവിടെ സബ്സിഡി അടിസ്ഥാനത്തിൽ വിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് കേരളത്തിലെ KCB ലിമിറ്റഡിൻ്റെ പ്രവർത്തനം. അത് ഉപഭോക്താക്കളായ നമുക്കെല്ലാവർക്കും തിരിച്ചറിയാവുന്നൊരു വിഷയം തന്നെയാണ്. പലപ്പോഴും വൈദ്യുതിയുടെ നിരക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ ഈ സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ആ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർക്ക് കൂടി യുക്തമായ രീതിയിലുള്ള നിരക്ക് നിശ്ചയിക്കുന്നതിനും കേരളത്തിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എല്ലാ വർഷവും അവരുടെ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് വൈദ്യുതി ബോർഡിനെ അറിയിക്കാറുണ്ട്. അപ്രകാരം ഉള്ള സേവനങ്ങൾ നാട്ടുകാർക്ക് ലഭ്യമാകാറുമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് KCBയുടെ വൈദ്യുതി പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പുതിയ മാർഗരേഖ പുറപ്പെടുവിച്ചുകൊണ്ട് വൈദ്യുതി ബോർഡ് KCBയെയും ഒപ്പം തന്നെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന KCBയുടെ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളെയും ഉപഭോക്താക്കളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ജീവനക്കാരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവർ പർച്ചേസിംഗ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നിലവിലെ സംവിധാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേവലം സർക്കാരിന് 16% മാത്രം ഓഹരികളുള്ള പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി മുഖാന്തിരം സംസ്ഥാന വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങൽ കരാറിന് വേണ്ട ഇടനിലക്കാരായി നിയമിക്കാനുള്ളൊരു തീരുമാനം കൈക്കൊള്ളുന്നതിലൂടെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് തന്ത്രപ്രധാന നടപടിയായ വൈദ്യുതി വാങ്ങലും വിൽക്കലും നടത്തുന്ന മാർക്കറ്റ് ഓപ്പറേഷൻ വിഭാഗം മറ്റൊരു സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാകുന്ന നടപടിയായി മാറും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്നത് വൈദ്യുതി ബോർഡിന് ഓരോ കാലഘട്ടത്തിലും ഓരോ ദിവസവും ആവശ്യമായി വരുന്ന വൈദ്യുതിയുടെ ആവശ്യകതയും ഒപ്പം ഓരോ മണിക്കൂറിനിടവിലും ഇടവിട്ടും ഉണ്ടാകുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ചും പൂർണ്ണമായിട്ടുള്ള ഡേറ്റ ആ കമ്പനിയുടെ കൈവശം ചെന്നെത്തിച്ചേരുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളുകളിൽ ഇവിടെ വൈദ്യുതി ബോർഡ് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആ സ്ഥാപനത്തിന് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബോർഡിൻ്റെ പവർ പർച്ചേസ് കഴിയുന്നത്ര കുറയ്ക്കണമെന്ന ഒരു സാഹചര്യം ഇവിടെ അനിവാര്യമായിരിക്കുന്നതിനിടയിലാണ് പവർ ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനിയെ ആശ്രയിക്കാനുള്ള നീക്കം ബോർഡ് നടത്തുന്നത്. വൈദ്യുതി വാങ്ങൽ വിൽക്കൽ ക്രമീകരിക്കുന്ന നിലയിലുള്ള ആഭ്യന്തര സംവിധാനം KCBക്ക് ശക്തമാക്കാമെങ്കിലും അത് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു ആക്ഷേപമാണ്. വൈദ്യുതി ബോർഡിൻ്റെ കമേഴ്ഷ്യൽ വിഭാഗത്തിന് കീഴിൽ പ്രത്യേകിച്ച് ഒരു ഡിവിഷൻ രൂപീകരിച്ചുകൊണ്ട് ആവശ്യത്തിന് ജീവനക്കാർ ഉറപ്പുവരുത്തി KCBക്ക് തന്നെ ചെയ്യാവുന്ന സ്വന്തം നിലയിൽ ചെയ്യാവുന്നൊരു സംവിധാനമാണ് പവർ പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനേജ്മെൻറ്റ് അത്തരമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം പവർ ട്രേഡിംഗ് കോർപ്പറേഷനെ വൈദ്യുതി വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടനിലക്കാരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. നിലവിൽ KCBയുടെ വൈദ്യുതി വാങ്ങൽ കരാറിൽ പങ്കെടുക്കുന്ന സ്ഥാപനമാണ് പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ. കരാറ് പവർ ട്രേഡിംഗ് കോർപ്പറേഷൻ നൽകുന്നതോടുകൂടി KCBയുടെ ആഭ്യന്തര ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിന് ഈ സ്ഥാപനം അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ബാങ്കിങ് ഷോർട്ട് ടൈം പർച്ചേസുകൾ ക്രമീകരിക്കും. അത് KCBക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നുള്ളതാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും ഒപ്പം തന്നെ വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരുടെ അടക്കമുള്ള ആളുകളുടെ അല്ലെങ്കിൽ പുറത്തുള്ള ജനങ്ങളുടെ എല്ലാം ഒരാശങ്ക. കരാർ നൽകാൻ തീരുമാനിച്ച ആ ഒരു നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഈ ബോർഡിനെ സാമ്പത്തികമായി ബാധിക്കുന്ന ഈ തീരുമാനം അത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് നടപ്പാക്കാൻ വേണ്ടി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള ആക്ഷേപങ്ങളും പരക്കെ ഉയരുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പവർ പർച്ചേസിങ്ങിന് വേണ്ടി ചെലവാക്കുന്നതിലൂടെ വൈദ്യുതി ബോർഡിൻ്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്ന നടപടികളാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അതിൽ നിന്നും ബോർഡ് മാനേജ്മെൻറ്റ് അകലം പാലിക്കണമെന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാർക്കും ഓഫീസർമാർക്കും ഉപഭോക്താക്കൾക്കും പറയാനുള്ളത് എന്നത് കൂടി നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്.